എൻ്റെ കോപ്പയിൽ ഇലാമാപ്പഴച്ചാറ് നിറച്ചവൾ, എന്നെ ചുംബിക്കാതെ ചുംബിച്ചെൻ്റെ രക്തധമനികളിൽ ഉന്മാദം കട്ട പിടിപ്പിച്ചവൾ, എൻ്റെ വരണ്ട തരിശിൽ മദനജലത്തിൻ്റെ നനവ് തീണ്ടിച്ചെൻ്റെ പ്രാണനെ പായൽക്കനത്തിൽ നേർപ്പിച്ചെടുത്തവൾ, ഒരു പുഷ്കിൻ കവിത പോലെന്നെ ശിശിരനിദ്രയിൽ നിന്നുണർത്തി ശൈത്യത്തിനെറിഞ്ഞുകൊടുത്തവൾ, രക്തവും മാംസവും ഉറഞ്ഞുവെങ്കിലും നെഞ്ചിലൊരിളം ചൂടു ബാക്കിയാക്കിപ്പോയവൾ. എം എസ് ബാബുരാജ് അല്ലെങ്കിൽ ബാബുക്ക എന്ന് നമ്മൾ മലയാളികൾ വിളിക്കുന്ന എം എസ് ബാബുരാജിൻ്റെ ബാബുരാജ് പാടുന്നു എന്നുള്ള മെഹഫിൽ റെക്കോർഡിങ് അദ്ദേഹം വീട്ടിൽ വെച്ച് ചുമ്മാ കാഷ്വലായിട്ട് ഹാർമോണിയം വെച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പാടിയ റെക്കോർഡിങ് ശരി. അത് എൻ്റെ അപ്പ, എൻ്റെ ഫാദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് ഒരു മെയ് ദിനത്തിലാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ബാബുക്ക കുറേ അദ്ദേഹത്തിൻ്റെ ജംസ് പാടുന്നുണ്ട്. കണ്ണീരും സ്വപ്നങ്ങളും, പ്രാണസഖി, ഇന്നലെ മയങ്ങുമ്പോൾ, അനുരാഗ നാടകത്തിൽ. അതിന് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു വരി പറ. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, ഇന്നു നിന്റെ മന്ദിരത്തിൽ സുന്ദരമാം ഗോപുരത്തിൽ. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, ഇന്നു നിന്റെ മന്ദിരത്തിൽ സുന്ദരമാം ഗോപുരത്തിൽ. കണ്ണീരും സ്വപ്നങ്ങളും. ഓ അയ്യോ, അസാധ്യം. It's about Babuka always. അത് കണ്ണീരും സ്വപ്നങ്ങളും. I have done a video about it actually. കണ്ണീരും സ്വപ്നങ്ങളും. ആ കണ്ണീരിൽ തന്നെ കഷ്ടപ്പാട് വരുന്നുണ്ട് മ്യൂസിക്കലി. ഭയങ്കര വിഷ്വലാണ് അത്. മ്യൂസിക്കലി ഓൾസോ ഇറ്റ്സ് വെരി വിഷ്വൽ. അപ്പം അതിൻ്റെ ലാസ്റ്റ് ചരണത്തിൽ താരകങ്ങൾ നിന്റെ കണ്ണിൽ പ്രേമപൂജാമാലികകൾ, താഴെ നിൽക്കും എൻ്റെ കണ്ണിൽ, താഴെ നിൽക്കും എൻ്റെ കണ്ണിൽ പാരിൻ ബാഷ്പഭാരമല്ലോ. താരകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഹൈപ്പിച്ചാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് തന്നെ എൻ്റെ ഒരു താരകങ്ങൾ അവിടെ. അത് കഴിഞ്ഞിട്ട് താഴെ നിൽക്കും എൻ്റെ. മ്യൂസിക്കിലെ അവിടെ ഒരു പെയിൻറ്റിങ് ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഈ എല്ലാ എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെയെന്ന് അറിയില്ല, ബട്ട് സെലിബ്രേറ്റിംഗ് പെയിൻ ഈസ് എ പാർട്ട് ഓഫ് ഓൾ ആർട്ട് ടേക്കേഴ്സ്. പെയിനിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ പെയിനിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മ്യൂസിക്കിനായാലും മ്യൂസിക്കിനൊരു പ്രത്യേക ഒരു ശക്തി ഉണ്ടെന്ന് തോന്നി. ഗസൽസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഗസൽസാണ് അതിൻ്റെ അങ്ങേയറ്റം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ടോക്സിക് ജോണേഴ്സ് ഓഫ് ഓൾ എന്ന് തോന്നാറുണ്ട് ചിലപ്പോൾ. കാരണം അത്രയധികം പെയിനിനെ, സഫറിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് അതിനൊരു സെലിബ്രേഷൻ പോലെ വലിയൊരു ഫെസ്റ്റിവലാക്കി മാറ്റുന്നൊരു രീതിയാണ് ഗസൽസിലൊക്കെ ഉള്ളത്. അപ്പോൾ ഗസൽസിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയതുകൊണ്ട് ആയിരിക്കും ബാബുക്കയുടെ ഒക്കെ പാട്ടിൽ ആ ഒരു പെയിനിനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. I don't think it's necessary. I don't know if it is necessary. Suffering, it depends on what you mean by suffering.
If you are trying to create something new, then you might inevitably suffer. I mean, you'll be facing a creative block, and you'll be hitting multiple times on the wall. That's kind of a suffering. I don't know if you will be able to create art when you are like living in hunger and poverty. Only great minds can do that. To ignore your all the real troubles, those kind of things of life, and proceed to create art that only these great people can do. I don't think I can do it. You are not able to do it. Hmm? You are not able to do it. Yeah. Have you tried? To live in poverty, hunger, and create art? No. Not really interested. Create while you are suffering. No. While suffering, I'll be suffering. Okay. I mean, I'll be indulging more into these ghazals and all that enhances your suffering. I don't know if that is masochism, but many people are like that, I guess. People like Van Gogh or whoever created, spectacular, unbelievable art while suffering the worst miseries. They are like extraordinary people. We are just people. I think it would be right to say that they did those amazing things despite the suffering, not because of the suffering. And that's their strength, I guess. To be extraordinary, there should be a genetic component, I think. And that genetic component makes you work harder than the normal people, I guess. If you are like genetically inclined to a certain kind of thing, to like painting, so you'll be okay with spending time painting, trying to paint something. You won't really feel the passing of hours, even when you are like suffering to create something new, because you are genetically inclined to it. So hard work, I think this strength to work hard on something comes mostly from, at least a part of it comes from your genetic predisposition. Otherwise, ഇപ്പോൾ ഒരു ഉസൈൻ ബോൾട്ട് പുള്ളി സ്പ്രിന്റ് ഫാസ്റ്റസ്റ്റ് മാൻ ആവാൻ വേണ്ടി he gave his everything, right? He gave dedicated his whole life. ബട്ട് അതേ കാര്യം അദ്ദേഹത്തിന് ഒരു കൊണ്ട് കലാമണ്ഡലത്തിൽ ചേർത്തിട്ട് കഥകളി പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ചെയ്യണമെന്നില്ല. അവിടെ ഇതേ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി പുള്ളിക്കുണ്ട്, ബട്ട് I don't think he will do it for Kathakali or something else. There is talent. It doesn't mean that you excel in something just with talent alone. പണിയെടുക്കാതെ നടക്കില്ലല്ലോ. Hard work, how hard you can go is depends on your ability to take pain, right? It's how hard you can go is actually your ability to take pain. So if it is something that gives you pleasure, if it is something that you enjoy doing, then you can take more pain, or you will be more pain resistant in that thing that you enjoy doing. But how much you can endure pain differs from people to people, even if the interest or passion or talent is there. How do you know that you have this talent? How will you know if someone is not telling you? That is, I don't know, that there maybe environment is also important, I guess. If you are born into a family of artists, then you may be naturally inclined to that art. I think it's very interesting. നിങ്ങൾ നാച്ചുറലി നിങ്ങൾക്കൊരു ടാലൻ്റ് ഉണ്ട് ഒരു കാര്യത്തിൽ,
എന്ന് വിചാരിച്ചതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് അതിന് അനുവദിക്കാതിരിക്കാം. ദാറ്റ് ക്യാൻ ഹാപ്പൻ. എൻവയോൺമെൻറ്റ് ഉണ്ടാവാം, ടാലൻറ്റും ഉണ്ടാവാം, അപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ലാതെ വരാൻ. ചിലപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷേ ആ ഒരു ജനറ്റിക് എലമെൻറ്റ് ചിലപ്പോൾ അത്ര ഉണ്ടാവണമെന്നില്ല. ആ ഇൻട്രസ്റ്റ് കാരണം ചിലപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു വരാൻ. Practice. Yeah. Practice for me is not really a very interesting thing. Okay. It is, because after a point, if something new doesn't arise, it's always boring. When it gets boring, it becomes mechanical, it becomes mindless. Practice is fruitful only when it is mindful. Only when you are totally aware of what you are doing. If singing is, if we take singing for example, you should be aware of every note you are singing. You should be always checking that you are on pitch. It's tiring. You cannot do it for a long time, and it's not always interesting to do the same thing over and over again and again for hours. I'm a normal person in that sense, I guess. I'm highly boredom intolerant. So, yes, why do you think you are not extraordinary? Because I haven't done anything extraordinary. I don't know. Maybe I'm supposed to spend a lot more time on, sharpening my skills and all. Since I'm more into creating music or creative things, it takes a lot of waiting. So sometimes you have to just wait for ideas to come and hit you. Sometimes you have to hold on to a tiny piece of an idea with the hope that it will develop into something interesting in the future. Is there spirituality to music? Yeah, it could mean many things to many people. Music, to a lot of people it's spiritual and religious and stuff like that. I am not a really spiritual or religious guy, so എൻ്റെ പാട്ട് വേണമെങ്കിൽ പാടാം. എൻ്റെ ആദ്യത്തെ പാട്ട് അത് റിലീസ് ചെയ്തിട്ട് കുറേ ആയി. യൂട്യൂബിലുണ്ട് അത്. പക്ഷെ അത് കമ്പോസ് ചെയ്തത് ഒരു 7-8 വർഷം മുമ്പാണ്. 8-10 വർഷം മുമ്പ് കമ്പോസ് ചെയ്തിരുന്നതാണ്. ഇലഞ്ഞികൾ കാറ്റുമേറ്റ്, ഒരു കാര്യം ഇതാണ്, തൃപ്തി വരില്ല എത്ര പാടിയാൽ. ഇലഞ്ഞികൾ കാറ്റുമേറ്റ് മുടിച്ചുരുൾ മാടി നിന്നു. ഇലഞ്ഞികൾ കാറ്റുമേറ്റ് മുടിച്ചുരുൾ മാടി നിന്നു. മുയൽ കുരുന്നെത്തി നോക്കി നിന്നോ, നിലാവാതിൽ ചില്ലിലൂടെയെങ്ങോ ത്രിസന്ധ്യകൾ തുളുമ്പി വീണോ, നാട്ടുപാതയിൽ മഴക്കുലുസഴിഞ്ഞു. ജസ്റ്റ് അനുപല്ലവിയും എൻ്റെ ചരണവും പല്ലവിയും പാടിയത്രേ ഉള്ളൂ. അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടത്. പൊതുവെ ഒരു പീപ്പിൾ പ്ലീസിങ് സാധനമാണെന്ന് തോന്നുന്നു. Who wrote it? Lines? All my songs are written by my dearest friend Deekshit, outstanding
ബ്രില്യൻറ്റ് ജീനിയസ് പോയറ്റാണ്. വളരെ അപ്രോപ്രിയേറ്റ് he'll write. He is comfortable with me giving the tune first and then writing. So he is more comfortable that way. And he writes totally out of the books. I haven't met anybody with that level of imagination and കവിത്വം എന്നൊക്കെ പറയില്ലേ, ഇൻക്രെഡിബിൾ ആണ്. എൻ്റെ പാട്ടുകൾ ഒരു വലിയ ഒരു മഹത്വമുണ്ടെന്നൊക്കെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ വലിയൊരു പങ്ക് അയാൾക്കുണ്ട്. കാരണം അത് വളരെ ഇൻസ്പയറിംഗ് ആണ്. Who is an artist? Again, it's a difficult question. I don't know any definitions. Are you an artist? I think so. What makes you an artist? Probably because I do things that I think are art. What is being an artist like today? What is an artist's life? Why is it always associated with struggle? Yeah, like any job, it has its own struggles. Yeah. I don't know if artist has any special kind of struggles. Yeah, but there is always this sense of insecurity because it's a freelance job. So that's there. That makes it a bit horrifying. Yeah, I don't know. Personally, I feel if I feel like I have created something that appeals me, that makes me feel really great, immediately after that I go to a very blank stage, and sometimes I doubt if any of my talent or whatever it is I sometimes suspect if that is remaining in me anymore. Then the next thing happens. It goes on like that. Is imposter syndrome a part of artist's life? Feeling like another person? I don't know. Just like you said, feeling that, hey, am I actually even an artist? Do I really have the skills? For me, it's real. Yeah. Because sometimes we create things that make us proud, make us go, wow, you are something. I mean, sometime later we might feel ashamed of it, but sometimes we may not like it as much. But yeah, but sometimes some works make us feel proud, but once that is over, we feel, I mean, at least I feel this feeling of being drained, that something is gone and there is nothing to look forward to. You know, those are these horrifying feelings. Paper constant now. Yeah, my father was my everything. ഞാൻ അപ്പ എന്നാണ് വിളിക്കുക. He was a great mentor. He was a great performing artist, a great composer, musician. His field was Carnatic music, but usually Carnatic musicians ഉണ്ട് എന്ന്, അല്ലെങ്കിൽ പൊതുവേ ക്ലാസിക്കൽ ആർട്സ് ഹാൻഡിൽ ചെയ്യുന്നവർക്കുള്ള ഒരു തരം ഷോവിനിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം ഒട്ടുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. കാരണം അപ്പയ്ക്ക് ഒരു ത്യാഗരാജ കൃതി ആസ്വദിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ദീക്ഷിതരുടെ കോമ്പസിഷൻ ആസ്വദിക്കുന്ന പോലെ തന്നെ എ ആർ റഹ്മാൻ്റെ ഒരു
പാട്ടും ആസ്വദിക്കും. അതുപോലെ തന്നെ ഇളയരാജയുടെ പാട്ട് ആസ്വദിക്കും. അതുപോലെ തന്നെ മെഹദി ഹസന് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ലിറ്ററലി ഖ്വാജ മേരെ ഖ്വാജ എന്നുള്ള റഹ്മാൻ സാറിൻ്റെ പാട്ട് കേട്ട് പലതവണ കണ്ണ് നിറയുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, ഈ പറയുന്ന പോലെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. ബിക്കോസ് പല മ്യൂസീഷ്യൻസും അങ്ങനെ പറയില്ല. ദേ വോണ്ട് ആക്സെപ്റ്റ് ഗ്രേറ്റ് പീപ്പിൾ ഓഫ് അതർ ജോൺറസ്. പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹി വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബാക്കി പിന്നെ മുഹമ്മദ് റാഫിയൊക്കെ ജീവനായിരുന്നു. മുഹമ്മദ് റാഫി സാബിൻ്റെ പാട്ടുകൾ, ഈവൻ മൈക്കിൾ ജാക്സൻ്റെ വി ആർ ദ വേൾഡ് എന്നുള്ള പാട്ടൊക്കെ അത് റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. പുള്ളി പല ലെയേഴ്സ് ഇങ്ങനെ പാടി റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇരുന്ന് കേട്ട് എൻജോയ് ചെയ്യുമായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ വൈഡ് റേഞ്ച് ഓഫ് ഇങ്ങനൊരു ജോണറസ് എൻജോയ് ചെയ്യുന്ന അപൂർവം ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിൽ ഒരാളായിരുന്നു. ഒരു ദിവസം അപ്പം തന്നെ രാവേ ഹിമഗിരി കുമാരി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കോമ്പസിഷൻ ഉണ്ട് തോടി രാഗത്തിൽ. ഇറ്റ്സ് കോൾഡ് എ സ്വരജതി. ഇറ്റ്സ് എ മാഗ്നം ഓപ്പസ് ഇൻ കർണാട്ടിക് മ്യൂസിക്. അപ്പോൾ ഒരു ദിവസം അതന്നെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് സ്വരത്തിൽ ഒരു പാർട്ടുണ്ട്. എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ആ ന്യൂവാൻസ് പറഞ്ഞു തന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കാഞ്ചികാമാക്ഷിണി പാദമേ ദിക്കുറ. ആ ഡ്രോപ്പ് ചെയ്യുന്നത് സാരേഗമദനി, ആ ഗായുന്ന മായിലേക്ക് ഒരു ചെറിയൊരു ഒരു വൈബ്രേഷൻ കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ വന്ന് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ ഒരു ചെറിയൊരു ഓസിലേഷന് ശേഷം നേരെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഈ ന്യൂവാൻസസിലാണ് മ്യൂസിക് ഉള്ളത്. ഈ ന്യൂവാൻസ് ഇല്ലാതെ നിങ്ങൾ, എനിക്ക് തോന്നുന്നില്ല എന്ത് ചെയ്താലും അത് മീനിങ് ഫുൾ ആവുന്നു. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒരുപാട് അദ്ദേഹം എന്നെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതെനിക്കൊരു മറക്കാൻ ഇതൊരു ഭയങ്കര കോമ്പസിഷനാണ് ഇത്, ഈ തോടിയിലുള്ള ഈ സ്വരജതി. ഇറ്റ്സ്, നമ്മൾ പറയില്ലേ, ഇതൊരു ബേഥോവൻ്റെ ഒരു സിംഫണി പോലെയോ ഒക്കെ അത്ര, അതുപോലെ തന്നെ വളരെ ലെയേർഡും സോഫിസ്റ്റിക്കേറ്റഡും ആയിട്ടുള്ളൊരു കോമ്പസിഷനാണത്. ഈ സോഫിസ്റ്റിക്കേഷൻ എവിടെ കിടക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഇതിൽ ആ മെലോഡിക് ആയിട്ടുള്ള മെലഡിയും ഋത്തത്തിൽ എങ്ങനെയാണ് ഇതിങ്ങനെ എംബ്രോയിഡ് ചെയ്ത് ഇരിക്കുന്നത്, അതിൻ്റെ ഈ മെലോഡിക് സ്ട്രക്ചർ എന്നുള്ളതിലാണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി, ഇതിൻ്റെ ഒരു ജീനിയസ് ഇരിക്കുന്നത്. വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് വെസ്റ്റേൺ ക്ലാസിക്കൽ കോമ്പസിഷൻസ്, ഒരു സിംഫണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സിംഫോണിക് ആയിട്ടുള്ള, അതിൻ്റെ ഹാർമോണിക് ആയിട്ടുള്ള ലെയറിങ്ങിലായിരിക്കും അതിൻ്റെ ബ്രില്യൻസ് ഇരിക്കുന്നത് പലപ്പോഴും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജോണേഴ്സ് എന്താണോ ഓഫർ ചെയ്യുന്നത് അത് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതെല്ലാം എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അൽഫാസ് കഹാ സേ लाऊं मैं चाले की तपक समझाने को, अल्फाज कहाँ से लाऊं मैं चाले की तपक समझाने को, इजहार मोहब्बत करते हो, एहसास मोहब्बत क्या जानो, इजहार मोहब्बत करते हो, एहसास मोहब्बत क्या जानो, ये राज मोहब्बत है प्यारे, राज मोहब्बत
है प्यारे राज मोहब्बत है प्यारे राज मोहब्बत है प्यारे तुम राज मोहब्बत क्या जानो जो चाहते हो सो कहते हो जो चाहते हो सो कहते हो चुप रहने की लज्जत क्या जानो ये राज मोहब्बत है प्यारे राज मोहब्बत है प्यारे तुम राज मोहब्बत क्या जानो जो चाहते हो सो कहते हो. രമേഷ് പിഷാരടിയുടെ ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത്. അതായത് എവ്രി ആർട്ട് ഈസ് എ കണ്ടന്റ് ബട്ട് എവ്രി കണ്ടന്റ് ഈസ് നോട്ട് ആൻ ആർട്ട്. ആർട്ടെല്ലാം കണ്ടന്റാണ്, പക്ഷെ കണ്ടൻ്റെല്ലാം ഇന്നത്തെ സെൻസിൽ സോഷ്യൽ മീഡിയ കണ്ടൻ്റെല്ലാം ആർട്ടാവണമെന്നില്ല എന്ന് പുള്ളി പറയുന്നൊരു സാധനമുണ്ട്. ഈ വി ആർ ഓൾ എന്താ പറയുക വിക്ടിംസ് ഓഫ് ഈ ഒരു എന്താ പറയുക റിയൽ ലൈഫ്. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ വി ആർ ഓൾ വിക്ടിംസ് ഓഫ് എന്താ പറയുക ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അറ്റൻഷൻ സ്പാൻ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പാട്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പാട്ടുകളുടെ ഡ്യൂറേഷൻ ശരിക്കും ഇപ്പോൾ കുറവാണ്. 3 മിനിറ്റൊക്കെ ഉള്ളൂ ഇപ്പോൾ പാട്ടുകൾ. നിങ്ങൾ പഴയ പാട്ടുകൾ നോക്കുകയാണ്, ഇപ്പോൾ റഹ്മാൻ സാറിൻ്റെ അല്ലെങ്കിൽ ഇളയരാജ സാറിൻ്റെ ഒക്കെ പഴയ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ 5-6 മിനിറ്റൊക്കെയാണ്. There will be Pallavi and there will be an instrumental interlude, then there will be a charanam, then there will be another lengthy interlude and there will be another charanam. അപ്പോൾ അത്രയും ഒന്നും ഇപ്പോൾ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ അത്രയൊന്നും നിൽക്കില്ല എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം വളരെ കണ്ടൻസ്ഡ് ആയിട്ട്. പിന്നെ പാട്ടുകൾ ഉണ്ടാക്കുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണ്. കാരണം അതിനൊരു ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയുള്ളൊരു പോർഷൻ എപ്പോഴും പാട്ടുകളുണ്ടാവും. ഇപ്പോൾ വൈറലായിട്ടുള്ള പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ഭാഗത്തിൽ ഓൾറെഡി എംബെഡഡ് ആയിരിക്കും. ഒരു ഫോർമുലയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പിന്നെ ക്രിയേറ്റീവ് ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പിന്നെ പ്രസക്തി വരുന്നില്ല. വൈറാലിറ്റിക്കാണ് പ്രസക്തി. ആർട്ട് എത്രത്തോളം ട്രാൻസെൻഡൻ്റലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യം ഒന്നും ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ ആളുകൾക്ക് കുറച്ച് സമയമെടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളോട് ആളുകൾ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ മാത്രം പറയില്ല, ഞാനുൾപ്പെടെ ഇൻക്ലൂഡിങ് മീ, നമുക്ക് ഷോർട്ട് ഫോം കണ്ടൻസ് ആണ് നമുക്ക് താല്പര്യം. നമുക്ക് ഒന്നും തലയിൽ നിൽക്കുകയില്ല. വെൻ വി ആർ വാച്ചിങ് റീൽസ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ 200 റീൽസ് സ്വൈപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ ആ 200-ൽ ഒന്നുപോലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുതരം എല്ലാം ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കൂടെ പോകണം. ഒന്നും നമ്മൾ അകത്തേക്ക് എടുക്കുന്നില്ല. അകത്തേക്ക് എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങനെ ക്ഷമിച്ചിരുന്ന് കൺസ്യൂം ചെയ്യുന്നുമില്ല. ഇപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമാണ്. അപ്പോൾ സിനിമയുടെ എക്സാമ്പിൾ ബെസ്റ്റ് എക്സാമ്പിളാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ സൈമിങ് ലിയാങ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഡേയ്സ് അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സ് എന്നൊക്കെ പറയുന്ന സിനിമ ഇപ്പോൾ ആളുകൾ ഒരു തിയേറ്ററിൽ റൺ ചെയ്യുകയാണെങ്കിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അപ്പിച്ചാപ്പോങ് എന്ന് പറയുന്ന തായ് ഡയറക്ടറിൻ്റെ ഫിലിംസ്, മെമ്മോറിയ അല്ലെങ്കിൽ സെമിട്രി ഓഫ് സ്പ്ലെൻഡർ, അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ ടാർക്കോസ്കിയുടെ ഭയങ്കര റിഫ്ലക്റ്റീവായിട്ടുള്ള ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ. ഇൻട്രോസ്പെക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്, കുറച്ച് ഹൊറിഫൈങ്ങും ആണല്ലോ. It could be scary. It is scary. Yeah. Sometimes, like for people when they go through such situations, I think ലൈഫിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആൾക്കാർ ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഒരു റീസൺ
is not they are not able to sit alone alone. is not able to sit alone and scared to face oneself. Why people are scared? Truth is scary. What is truth? Like we are all bad people. We have a dark side. We have a dark side. Yeah, and we don't want to face that. What happens to people who don't face their dark side? I mean, nothing happens. Perhaps there is a chance, there is a significant chance that something good will arise, but the fear is too much, so everyone. Music lets you go through your thoughts, right? I don't know if I'm doing music, that is the thought. There are no other thoughts, I guess. That's when you're creating. Yeah. എൻ്റെ ഫേവറേറ്റ് സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ലൂയി CK. ഇപ്പോൾ പുള്ളിയുടെ ഒരു സെറ്റിൽ പുള്ളി പറയുന്നുണ്ട്, നമ്മളിങ്ങനെ വി കനോട്ട് സ്റ്റാൻഡ് എലോൺ ടൈം, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. സോ വി ഓൾവേസ് ടേക്ക് ആർ ലിറ്റിൽ ഗാഡ്ജറ്റ് ആൻഡ് വിൽ സ്റ്റാർട്ട് സ്ക്രാച്ചിങ് ഓൺ ഇറ്റ്. ഈവൻ ബാത്റൂമിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പോലും വിൽ ഡു ദാറ്റ് അറ്റ് ദ റിസ്ക് ഓഫ് taking someone else's life. We don't care if we kill someone else, but we don't want to be alone with ourselves. So we take our mobiles and do this while we are driving. So yeah. I think stand-up comedians are modern day philosophers. There's Louis CK, there is Dave Chappelle, there are many people I love. Yeah. And films also. See, I love Ingmar Bergman because of that. Ingmar Bergman iduvaleyanu. He makes the most human beings you can ever find. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കുന്ന ആളാണ് ദൈവം എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ഇങ്മർ ബർഗ്മാൻ ഇസ് ദ ഗോഡ്. സോ ഇത്രയും ഹ്യൂമനായ വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്ന വേറൊരു ഫിലിം മേക്കേഴ്സ് അപൂർവമാണ്. അതൊരു ഇൻട്രോസ്പെക്ഷൻ്റെ എലമെൻ്റ് ഉണ്ട്, നമുക്ക് നമ്മളെ തന്നെ കാണിച്ചു തരുന്നൊരു സാധനമുണ്ട്. എല്ലാ ആർട്ടിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണല്ലോ ആർട്ട് ട്രൈസ് ടു, എന്താ ആർട്ട് നമുക്ക് തന്നെ ചിലപ്പോൾ കുറച്ചൊന്ന് മനസ്സിലാക്കി തരും. ഇപ്പോൾ ബർഗ്മാൻ്റെ ഒക്കെ ചില സിനിമകൾ, ഓട്ടം സൊനാറ്റ ആയാലും ഇങ്ങനത്തെ പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റിയലാണ്, വെരി ഇൻട്രോസ്പെക്റ്റീവ്. പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ചില കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നില്ല, ചില മ്യൂസിക് ഡസ് സംതിങ് ടു യു that you cannot quite figure out what it is. So all these are telling more about ourselves to us. I think that is one major function of art, I guess. But in this case, ഇപ്പോഴത്തെ ലോകത്ത് that's not the thing. ഇല്ല, ഇപ്പം നമ്മളങ്ങനെ ഒരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളുണ്ടല്ലോ. ഇപ്പോൾ മ്യൂസിക്കിലുണ്ട്, ഇപ്പോൾ റിയൂച്ചി സക്കമോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ജാപ്പനീസ് കമ്പോസറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില കോമ്പോസിഷൻസ് വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെയും സൗണ്ടിൻ്റെയും ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ചില വർക്കുകളുണ്ട്, പക്ഷെ വളരെ കോണ്ടംപ്ലേറ്റീവാണ് അതൊക്കെ. ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ഡിമാൻഡ്സ് മോർ ഫ്രം ദ ലിസണർ. അത് എല്ലാത്തിലും സിനിമയിലും മ്യൂസിക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിനെല്ലാം ഓഡിയൻസ് കുറയും. ജോൺ ലൂക്ക് ഗൊദാർഡ് പറഞ്ഞ പോലെ ഗുഡ് ഫിലിം ഗെറ്റ്സ് ലെസ് ഓഡിയൻസ് ബട്ട് ഡിമാൻഡ്സ് മോർ ഫ്രം ദി ഓഡിയൻസ്, ഗെറ്റ്സ് മോർ ഫ്രം ദി ഓഡിയൻസ് എന്ന് പറയുന്നൊരു ഇത് പറയുന്നു. ഓഡിയൻസ് കുറവായിരിക്കും, പക്ഷെ ആ ഉള്ളവരിൽ നിന്ന് ഒരുപാട് ഊറ്റിയെടുക്കും നല്ല ആർട്ട് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അത് ഈ ഒരു നമ്മുടെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ റൂൾ ചെയ്യുന്ന ഈ അവസ്ഥയിൽ നമ്മൾ അങ്ങനെയുള്ള ആർട്ടിന്, അങ്ങനെയുള്ള വർക്ക്സ് ഓഫ് ആർട്ടിന് നമ്മളെ സബ്മിറ്റ് ചെയ്യാറില്ല പൊതുവെ. പക്ഷെ അങ്ങനെയുള്ള വർക്ക്സ് ഓഫ് ആർട്ടാണ് പൊതുവെ ഒരു മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് തോന്നാറ്. ഇപ്പോഴും All We Imagine Us Light is one movie recently celebrated. അപ്പോൾ അതും സംഭവിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഉണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ റൈറ്റ് ഓഡിയൻസിൽ എത്തുമ്പോഴാണ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. ആർട്ടിനെ വേറൊരു രീതിയിൽ കാണുന്നവർക്കത് കുറച്ചും കൂടി എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്
അത് ഓരോരുത്തർക്കും ഓരോ സിനിമയാണ്. എക്സാക്ട്ലി. നല്ല സിനിമകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം അതാണല്ലോ, നമുക്ക് നമ്മുടെ സിനിമയാണ്. ഓരോ ആൾക്കും അവരവരുടെ ഡിഫറെൻറ്റ് സിനിമയായിരിക്കും അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനത്തെ മൂവീസ് അല്ലേ? അതെ, അങ്ങനത്തെ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ ആർട്ട് ആവശ്യമില്ലല്ലോ. ഇഫ് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ സ്ട്രൈറ്റ് വേർഡ്സ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അവിടെ ആർട്ടിൻ്റെ ആവശ്യമില്ല. പണ്ട് എം മുകുന്ദൻ എന്തോ പറഞ്ഞ പോലെ ഇങ്ങനെ ശരിക്കും എന്താണ് താങ്കളുടെ ഇങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്തോ ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെയെല്ലാം പറയുകയാണെങ്കിൽ ഞാൻ ലേഖനം എഴുതിയാൽ പോരാ, ഞാൻ എന്തിനാ മയ്യഴിപ്പുഴ എഴുതുന്നതെന്നോ അങ്ങനെ എന്തോ പുള്ളി ചോദിച്ചു. അതാവശ്യമില്ല. ഇപ്പോൾ കവിതയുടെ കാര്യത്തിലായാലും ഈ കവിതകൾ നിങ്ങൾക്ക് നേരെ ചൊവ്വ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കവിതകളിലൂടെ അല്ലെങ്കിൽ നോവലിലൂടെ, മ്യൂസിക്കിലൂടെ, ഇങ്ങനെയുള്ള സിനിമകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇതിൻ്റെ ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു അത് ആക്ച്വലി? ശരിക്കും നിങ്ങളെന്താ മനസ്സിലാക്കിയെന്ന് എഴുതണ്ടേ അല്ലേ? കവി ഉദ്ദേശിച്ചത് കവിക്ക് മാത്രമേ വിഷയമുള്ളൂ. ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിനോട് ആരോ ഇങ്ങനെ ഏതോ കവിതയുടെ അർത്ഥമൊക്കെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു എനിക്ക് പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ കവിത എഴുതുകയും വേണം, അതിനെപ്പറ്റി പറയുകയും വേണം, അതൊന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ കവിതകൾ എഴുതുന്നത് എൻ്റെ എഴുതിയ സമയത്ത് എൻ്റെ സമാന മനസ്കരായിട്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അങ്ങനെയുള്ളവർ മനസ്സിലാക്കിയത്. അപ്പോൾ അത് വല്ലാത്തൊരു ഒരു മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല. അതൊരു എന്തായിരുന്നു നമ്മൾ സ്കൂളിൽ ഒരുപാട് സമയം മെനക്കെട്ടിട്ടാണ് ആ കവി എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അത് നമ്മുടെ കവി ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. കവി വേറൊരു വ്യക്തിയല്ലേ, കവി വേറെ വ്യക്തിയാണ്. ശരിക്കും നിങ്ങളാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം ആണെന്ന് പറയേണ്ടി വരും. കാരണം അതിൽ ഓരോ സ്റ്റുഡൻറ്റും എന്താണ് കവിത വായിച്ചിട്ട് എന്താണ് മനസ്സിലാക്കിയത്, ഓരോ സ്റ്റുഡൻറ്റിനും വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുള്ളതാണ് അവിടെ. അപ്പോഴല്ലേ സ്റ്റുഡൻറ്റിന് അവിടെ എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനത്തെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ കലയെ പഠിച്ചു വന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ തലമുറ കലയെ ആസ്വദിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ ഒരു വലിയ പങ്ക് അതിനുണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ? വാട്ട് യു വിഷ് ഫോർ? എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം? അങ്ങനെ ചോദിച്ചാൽ ചുറ്റിപ്പോ ഒരാഗ്രഹം ഒരുപാടുള്ളതുകൊണ്ടല്ലേ? ആഗ്രഹം നമ്മൾ എന്താ പറയുക, ഈ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈ കാലത്തിനെ അതിജീവിക്കുന്ന എന്തെങ്കിലും സംഭവം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ. പക്ഷെ അത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ നാളെ ഒരു കാലത്തിനെ അതിജീവിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി കളയാം, അത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാവണം എന്നില്ല ഒന്നാമത്തെ കാര്യം. മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. അതിനുവേണ്ടി ഇനി എന്തായാലും എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ വിചാരിക്കുന്നതും ആയിരിക്കില്ല. ഒരാൾ വലിയൊരു പെയിൻറ്റർ 10 പെയിൻറ്റിങ് വരച്ചിട്ട് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാവും, എനിക്ക് ഏറ്റവും മീനിങ് ആയിട്ടുള്ള. പക്ഷെ ചിലപ്പോൾ അതേ ആയിരിക്കില്ല സെഞ്ചുറീസ് കഴിഞ്ഞ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം. എല്ലാവരെയും പോലെ അങ്ങനത്തെ ചില സെൽഫിഷ് ആഗ്രഹങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. മരണത്തിന് ശേഷവും ജീവിക്കുക ആർട്ടിലൂടെ എന്നൊക്കെയുള്ള. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് സംഭവിക്കാൻ സാധ്യത കുറവാണ്. അതെ, അത് നടക്കുന്നു, പേടിക്കുക വേണ്ട, നമ്മളൊക്കെ ഇങ്ങനെ മരിക്കുകയുള്ളൂ. എന്താ ചോദിക്കാൻ വന്നത്? ചുപ്കേ ചുപ്കേ രാത് ദിൻ ആസൂ ബഹാനാ യാദ് ഹൈ, ചുപ്കേ ചുപ്കേ രാത് ദിൻ ആസൂ बहाना याद है हमको अब तक आशिकी का वो ज़माना याद है चुपके चुपके रात दिन आंसू बहाना याद है हमको अब तक आशिकी का वो ज़माना याद है. എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ളൊരു
കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനും കരഞ്ഞിരുന്നു. കരഞ്ഞിരുന്നു എന്നുള്ള ഭാഗത്ത് ജേട്ടനെ കരയും, വിതുമ്പും. കരഞ്ഞിരുന്നു, കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടുവേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടും കൊയ്തെടുത്തതാരാണ്? ഓ, കൊയ്തെടുത്തതാരാണ്?